ിലേക്ക് സ്കൂൾ സമയമാറ്റത്തിൽ സമുദായ സംഘടനകൾ സർക്കാരിനെ വിരട്ടേണ്ടതില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തോടെ സമസ്തയും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണ്. രാവിലത്തെ 15 മിനിറ്റ് ഒഴിവാക്കി വൈകുന്നേരം അരമണിക്കൂർ അധിക ക്ലാസ് എന്ന ഫോർമുലയാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സമസ്ത മദ്രസ പഠന സമയത്തിൽ മാറ്റം വരുത്തട്ടെ എന്നാണ് സർക്കാർ നിലപാട്. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ, വെരി ഗുഡ് മോർണിംഗ്. അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിട്ടുവീഴ്ചയ്ക്കാകട്ടെ സമസ്തയും തയ്യാറാകുന്നില്ല. അപ്പോൾ സർക്കാർ സമസ്ത പോര് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി സമസ്തയും സർക്കാരും തമ്മിൽ ഊഷ്മളമായ ബന്ധമായിരുന്നു. ജിഫ്രി മുത്തുക്കോയ എന്തെങ്കിലും കാര്യം സമസ്ത അധ്യക്ഷൻ പറഞ്ഞാലും സർക്കാർ അത് ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വഷളാവുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യം ജിഫ്രി മുത്തുക്കോയ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകുന്നു. അതിനുശേഷം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ മറ്റു തലങ്ങളിൽ നടത്തുന്നു. പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പരാതിക്കാരുണ്ടെങ്കിൽ അത് പരിഗണിക്കും എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമസ്ത സമരപ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. ഈ സമരപ്രഖ്യാപനം നടത്തുമ്പോഴും ഈ സമരപ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഒരു ചർച്ചയ്ക്കുള്ള വഴിതെളിയും അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെങ്കിലും സർക്കാർ വിളിക്കും എന്നൊരു പ്രതീക്ഷ സമസ്തയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തില്ല എന്നത് മാത്രമല്ല, സമുദായ സംഘടനകൾ വിരട്ടേണ്ടതില്ല എന്നൊരു കർശന നിലപാടിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി മാറുകയും ചെയ്തു. അതുകൊണ്ട് ചർച്ചയുടെ വാതിലുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഇവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണെന്ന് പരസ്യമായി ലീഗ് ഈ സമരത്തെ എതിർക്കുന്നില്ലെങ്കിൽ പോലും സമസ്തയുമായി ചർച്ചയെങ്കിലും നടത്തിക്കൂടെ എന്ന ചോദ്യം ചോദിക്കുന്നു. മറുവശത്ത് സർക്കാർ ആവട്ടെ ചർച്ചയില്ല എന്ന ഒരു കൃത്യമായ നിലപാടിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ന്യായം അനുസരിച്ച് ഒരു സംഘടനയുടെ തീരുമാനത്ത് വഴങ്ങി സമയമാറ്റം നടത്തിയാൽ പിന്നീട് ക്രൈസ്തവ സഭകളോ ജൈനോ ബുദ്ധരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള അവാന്തര വിഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ ഇത്തരം അവരുടെ ആചാരങ്ങൾക്ക് തടസ്സമായി സമയം മാറുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ടെത്തിയാൽ കാര്യങ്ങൾ നടക്കാതെ വരും, സമയമാറ്റം നടക്കാതെ വരും. അതുകൊണ്ട് 15 മിനിറ്റ് അവരുടെ മദ്രസ പഠനത്തിന്റെ സമയം മാറ്റിയാൽ മാത്രം മതി, മറ്റു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ സമസ്ത പറയുന്നത് അരമണിക്കൂർ വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ 4:15 അവസാനിക്കുന്നത് 4:30 അവസാനിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇരു വിഭാഗവും അവരവർ പിടിക്കുന്നിടത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ സമര പരിപാടികൾ ശക്തമാക്കാൻ, അതായത് നേരത്തെ പ്രഖ്യാപിച്ച സമരത്തിനപ്പുറം മറ്റു ചില സമര മുറകൾ കൂടി സമസ്ത ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. അറിയാം. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സമസ്ത സർക്കാർ പോര് ഈ സ്കൂൾ സമയമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നു, കൂടുതൽ രൂക്ഷമാകുന്നു എന്നതാണ് സാഹചര്യം. കൊച്ചിയിലെ ഡാർക്ക്